കണ്ണൂർ മട്ടന്നൂരിലെ കണ്ണവത്ത് നടന്നത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകമാണ്. പറഞ്ഞു വരുന്നത് മൃഗീയമായ കൊലപാതകത്തെക്കുറിച്ച് തന്നെയാണ്. സ്വലാഹുദ്ദീൻ എന്ന SDPI പ്രവർത്തകനെ കൊല്ലുന്നത് വളരെ തന്ത്രപൂർവമായിട്ടാണ്, അതായത് ചതിച്ചിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വലാഹുദ്ദീനും സഹോദരിമാരും കാറിലൂടെ വരുന്ന സമയത്ത് കാറിന്റെ പിന്നിലേക്ക് മറ്റൊരു വാഹനം ഇടിക്കുന്നു. ഇടിച്ച സമയത്ത് സ്വലാഹുദ്ദീൻ കരുതുന്നു പിന്നിൽ നിന്ന് ഇടിച്ച വാഹനത്തിലെ ആളിന് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വലാഹുദ്ദീൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നിൽ നിന്നും ഇടിച്ച കാറിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് ഒളിഞ്ഞു നിന്നിരുന്ന കാപാലികർ പിന്നിൽ നിന്നുകൊണ്ട് കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുന്നു. അതിക്രൂരമായി ആ മനുഷ്യനെ കൊന്നുകളയുന്നു. സഹോദരിമാർ വാഹനത്തിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അതിക്രൂരമായ പൈശാചികമായ കൊലപാതകമാണ് കണ്ണൂരിലെ മട്ടന്നൂരിലെ കണ്ണവത്ത് നടന്നിട്ടുള്ളത്. കേരള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം നടന്നത് സഹോദരിമാർക്ക് മുന്നിലാണ് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതായത് കേരളം സമാധാനത്തിലേക്ക് പോവുകയായിരുന്നു. ഏത് വിഷയത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല വിഷയം മുതൽ കേരളത്തിൽ കത്തിച്ചു നിന്നിരുന്ന വർഗീയ വിഷത്തിൽ നിന്ന് കേരളം മാറി നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വർഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ അത്ര വലിയ രീതിയിലൊന്നും ഈ അടുത്ത കാലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇങ്ങനെ ഒരു കൊലപാതകം, സ്വലാഹുദ്ദീൻ ചിലപ്പോൾ മറ്റൊരു കേസിലെ പ്രതിയായിരിക്കാം, പക്ഷെ അതല്ല വിഷയം. ഇലക്ഷന് അടുത്തിരിക്കുന്ന സമയം, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സംഘി നരഭോജികൾ സ്വലാഹുദ്ദീനെ കൊന്നുകളഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ്. പറഞ്ഞു വരുന്നത് അണിയറയിലെ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് സ്വലാഹുദ്ദീനെ കൊന്നു തള്ളിയിട്ടുള്ളത്. സ്വലാഹുദ്ദീന് 2 മക്കളുണ്ട്. അദ്ദേഹം കല്യാണം കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന്റെ 2 മക്കൾ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവരൊക്കെ വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. അങ്ങനെ മൃഗീയമായ ഒരു കൊലപാതകമാണ് കണ്ണൂരിൽ സംഭവിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന കേരളത്തിൽ വർഗീയ വിഷം ഇവിടെ വലിയ രീതിയിൽ പടർത്താൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ ഭീകരവാദികൾ. തന്ത്രത്തിലൂടെ, ചതിയിലൂടെ ഉത്തരേന്ത്യയിൽ ഇവർ ചെയ്യുന്ന നരഭോജികളുടെ സ്വഭാവത്തിന് തുല്യമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് കണ്ണൂരിലെ മട്ടന്നൂരിൽ നടന്നത്. കൂടുതൽ വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.